ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിക്ക് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലെ മൂന്നാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇനിയും നമ്മുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്ലാസ്സുകൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഒന്ന് പിൻ ചെയ്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. കണ്ടതിന് ശേഷം നേരെ ടെലഗ്രാമിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ബോളും അതേപോലെ തന്നെ നോട്ടും ടെലഗ്രാമിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു 3 ജില്ലകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2021 മുതൽ 24 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അതേപോലെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനും ഉണ്ട്. ഇമ്പോർട്ടൻ്റ് PYQ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് സോഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ PSC ബുള്ളറ്റിനും കറണ്ട് അഫയേഴ്സ് മാഗസീൻ, അതേപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സ്, വെബ്സൈറ്റ്, കേരള ലിറ്റററി മിഷൻ്റെ, അതേപോലെ തന്നെ ഗവൺമെൻറ് സൈറ്റ്സ് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 18 മാർക്ക് ഇതിനകത്ത് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലാസ് കണ്ടതിന് ശേഷം നോട്ട് ടെലഗ്രാമിൽ പോയി വായിക്കുക. അതിനുശേഷം കൃത്യം 9 മണിക്ക് നമ്മുടെ ടെലഗ്രാമിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ പോള് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതുകൂടി അറ്റൻഡ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്നുള്ളത് കൂടി അവിടെ വെച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടി റിവിഷൻ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ക്വസ്റ്റ്യൻ പോൾ ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി കുറച്ച് ഉദ്യോഗാർത്ഥികൾക്കുള്ളൂ. അപ്പോൾ അവർ അതിൻ്റെതായ ഒരു സീരിയസ്നെസ്സോട് കൂടി ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. 75 ഹോട്ട് ടോപ്പിക്സും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സും നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കുറച്ചുകൂടി ലെങ്തി വീഡിയോ ഒക്കെ ആകുമ്പോൾ നിങ്ങൾ മൊത്തമായിട്ടിരുന്ന് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, ഉൾപ്പെടുത്തി കംപ്ലീറ്റ് ആക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. മാക്സിമം എന്നാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്തു തരാം. അപ്പോൾ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ മതി. നിങ്ങൾ കുറച്ച് ലെങ്തി വീഡിയോ ആണെങ്കിലും കുഴപ്പമില്ലെങ്കിൽ നമുക്കത് അങ്ങനെയുള്ള ലെവലിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 ജില്ലകളാണ്. ഈ 3 ജില്ലകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഒരു കറണ്ട് അഫയേഴ്സിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോർട്സ് അവാർഡുകൾ, അതേപോലെ തന്നെ സ്പോർട്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്പോർട്സിലൊരു കാര്യം കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ഇനി സമയം കളയുന്നില്ല, നേരെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഇടുക്കി ജില്ലയെക്കുറിച്ചാണ്. ഓക്കെ, ഇടുക്കി ജില്ല രൂപീകൃതമായത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1972 ജനുവരി 26 ഇടുക്കി ജില്ല രൂപീകൃതമായത്. ഇടുക്കി ജില്ല രൂപീകൃതമായത് 1972 ജനുവരി 26. ഏറ്റവും കൂടുതൽ PSC ചോദിച്ചങ്ങനെ ചോദ്യമാണ്, റിപ്പബ്ലിക് ദിനത്തിൽ രൂപീകൃതമായ ജില്ല എന്ന വിശേഷണം താഴെ പറയുന്നവയിൽ ഏത് ജില്ലയ്ക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് ജില്ലയ്ക്കാണ്? നമ്മുടെ ഇടുക്കി ജില്ലയാണ് 1972 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ രൂപീകൃതമായ ജില്ല. നമുക്ക് ഇടുക്കി ജില്ലയുടെ വിശേഷണങ്ങൾ നോക്കാം. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജനത്തോട്ടം. എത്ര തവണയാണ് PSC ഇത് ചോദിച്ചേക്കണേന്ന് PSCക്ക് പോലും അറിയില്ലാത്തൊരു ചോദ്യമാണ്. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജനത്തോട്ടം, കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന കലവറ, കുടിയേറ്റക്കാരുടെ ജില്ല, കേരളത്തിന്റെ പഴക്കൂട, കേരളത്തിന്റെ പവർ ഹൗസ്. ഇത്രയും വിശേഷണങ്ങൾ ഏത് ജില്ലയുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയുടെയാണ്. ഓക്കെ, അപ്പോൾ രൂപീകൃതമായത് 72 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിലാണ് ഇത് രൂപീകൃതമായത്. അതേപോലെ സുഗന്ധവ്യഞ്ജനത്തോട്ടം, സുഗന്ധവ്യഞ്ജന കലവറ, കുടിയേറ്റക്കാരുടെ ജില്ല, കേരളത്തിന്റെ പഴക്കൂട, കേരളത്തിന്റെ പവർ ഹൗസ്. പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ നോക്കുകയാണെങ്കിൽ പെരിയാറ്, ഇടുക്കി, ചിന്നാറ്, ഇതാണ് പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ. ചോദിക്കാറുണ്ട് ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ. ഓക്കെ, അടുത്തത് വെള്ളച്ചാട്ടങ്ങളാണ്. വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തൊമ്മൻകുത്ത്, ചീയപ്പാറ, കീഴാർകുത്ത്, തൂവാനം, കുത്തുങ്കൽ, ചിന്നക്കനാൽ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ എന്ന് പറയുന്നത്. തൊമ്മൻകുത്ത്, ചീയപ്പാറ, കീഴാർകുത്ത്, തൂവാനം, കുത്തുങ്കൽ, ചിന്നക്കനാൽ, ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ. ഞാൻ കുറച്ച് ബേസ് കാര്യം കൂടി പറഞ്ഞു പോവുകയാണെങ്കിൽ അതുകൂടി നിങ്ങളുടെ ഉള്ളിൽ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ കൂടി ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ, കാരണം ഒന്ന് ക്വിക്ക് റിവിഷൻ എന്ന ലെവലിലാണ് നമ്മൾ അത് ചെയ്യുന്നത്, ഒരു ഫൈനൽ ടച്ച്. ഓക്കെ, ദേശീയോദ്യാനങ്ങളാണ് ഇരവികുളം, പാമ്പാടുംചോല, ആനമുടിച്ചോല, മതിൽകെട്ടാം ചോല. ദേശീയോദ്യാനങ്ങൾ ഇരവികുളം, പാമ്പാടുംചോല, ആനമുടിച്ചോല, മതിൽകെട്ടാം ചോല. പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നോക്കുകയാണെങ്കിൽ മൂന്നാർ പോയിന്റ്, വണ്ടിപ്പെരിയാറ്, ചതുരംഗപ്പാറ, നാടുകാണി വ്യൂ പോയിന്റ്, അഞ്ചുരുളി, ആനയിറങ്ങൽ, തുമ്പാച്ചി, കാവൽവരി സമുച്ചയം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് മൂന്നാർ പോയിന്റ്, വണ്ടിപ്പെരിയാർ, ചതുരംഗപ്പാറ, നാടുകാണി വ്യൂ പോയിന്റ്, അഞ്ചുരുളി, ആനയിറങ്ങൽ,
തുമ്പാച്ചി. ഇതൊക്കെ നമ്മൾ ബേസ് ആയിട്ട് കാൽവരി സമുച്ചയം ഇത്രയൊക്കെ നമ്മൾ ബേസ് ആയിട്ട് എന്ത് ചെയ്യണം? മൂന്നാർ എന്ന് പറയുന്ന ജില്ലേനെ കുറിച്ച് പഠിക്കും, അല്ല ഇടുക്കി എന്ന് പറയുന്ന ജില്ലേനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഇത്രയെങ്കിലും നമുക്ക് ബേസ് ആയിട്ടെങ്കിലും അറിഞ്ഞിരിക്കണം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഏതാണ്? അത് നമ്മുടെ ഏത് ജില്ലയാണ്? ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. ഏതാന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ല. റെയിൽവേ പാത ഇല്ലാത്ത ജില്ല ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാ? ഇടുക്കി ജില്ലയാണ് റെയിൽവേ പാത ഇല്ലാത്ത ജില്ല. അപ്പൊ കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും വലിയ ജില്ല ഏതാന്ന് ചോദിച്ചാൽ ഇടുക്കിയാണ്. റെയിൽവേ പാത ഇല്ലാത്ത ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി ആദിവാസി പഞ്ചായത്തിന്റെയും റവന്യൂ രേഖകളിൽ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിന്റെയും ഭാഗമായിരുന്ന 12,718.595 ഹെക്ടർ ഭരണ സൗകര്യത്തിനായി ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി ഒന്നാമതായത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി ആദിവാസി പഞ്ചായത്തിന്റെ റവന്യൂ രേഖകളിൽ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിന്റെ ഭാഗമായിരുന്ന, അപ്പോൾ കുട്ടമ്പുഴ വില്ലേജിന്റെ ഭാഗമായിരുന്ന ഇത്രയും എന്താണ് ഹെക്ടർ എങ്ങോട്ടേക്ക് കൂട്ടിച്ചേർത്തു? ഇടുക്കി ജില്ലയിലേക്ക് കൂട്ടിച്ചേർത്തതാണ് ശരിക്കും എന്ത് ചെയ്തത്? ഈ പറയുന്ന നമ്മുടെ ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിട്ട് മാറാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇടുക്കി ജില്ലയുടെ ആകെ വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചാൽ 4612 ചതുരശ്ര കിലോമീറ്റർ ആണ്. എന്ത്? ഇടുക്കി ജില്ലയുടെ ആകെ വിസ്തീർണം 4612 ചതുരശ്ര കിലോമീറ്റർ. മുമ്പത്തെ എത്രയാണെന്ന് ചോദിച്ചാൽ 4358 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു മുമ്പത്തെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മുമ്പ് എത്രയായിരുന്നു? 4358 ആയിരുന്നു. ഇന്ന് 4612 ചതുരശ്ര കിലോമീറ്റർ. വേണമെങ്കിൽ ചോദിക്കാം ഇടുക്കി ജില്ലയുടെ ആകെ വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചാൽ 4612 ചതുരശ്ര കിലോമീറ്റർ. ഏതാണ്? കുട്ടമ്പുഴ വില്ലേജിന്റെ ഭാഗമായിരുന്ന 12,718.595 ഹെക്ടർ ഭരണ സൗകര്യത്തിനായി ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി എന്ത് ചെയ്തത്? ഒന്നാമതായത്. ഓക്കെ, അപ്പോ പാലക്കാടിന്റെ ആകെ വിസ്തീർണം നേരത്തെ എത്രയാണെന്ന് ചോദിച്ചാൽ 4482 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു. വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ 2ാം സ്ഥാനമാണ് ഇപ്പോൾ പാലക്കാട്. അപ്പോൾ വിസ്തീർണ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പാലക്കാടിന്റെ സ്ഥാനം എത്രയാ? 2ാം സ്ഥാനമാണ്. 3ാം സ്ഥാനം ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറത്തിനാണ്. 4ാം സ്ഥാനമാണെങ്കിൽ തൃശ്ശൂര്. അതേപോലെ തന്നെ 5ാം സ്ഥാനത്താണ് ഇപ്പോൾ ഏത് വന്നിരിക്കുന്നത്? എറണാകുളം വന്നിരിക്കുന്നത്. അപ്പോൾ 5ാം സ്ഥാനം ആർക്കാന്ന് ചോദിച്ചാൽ എറണാകുളമാണ്. 2ാം സ്ഥാനം പാലക്കാട്, 3ാം സ്ഥാനം മലപ്പുറം, 4ാം സ്ഥാനം തൃശ്ശൂര്, 5ാം സ്ഥാനമാണ് എറണാകുളത്തിന്. എറണാകുളത്തിന്റെ ഇപ്പോഴത്തെ വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2924 ചതുരശ്ര കിലോമീറ്റർ ആണ് എറണാകുളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. അപ്പോൾ എറണാകുളത്തിന്റെ വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എത്രയാണ്? 2924 ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പോൾ ഇടുക്കി ജില്ലയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ഈ ഒരു കാര്യം. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇന്ന് ഏതെന്ന് പറയുന്നത്? ഇടുക്കി എന്ന് പറയുന്നത്. ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി ആദിവാസി പഞ്ചായത്തിന്റെ റവന്യൂ രേഖകളിൽ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിന്റെ ഭാഗമായിരുന്ന 12,718.595 ഹെക്ടർ ഭരണ സൗകര്യത്തിനായി ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി ഒന്നാമതായത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഇപ്പോൾ ഇടുക്കിയാണ്, 2ാമത് പാലക്കാട്, 3ാമത് മലപ്പുറം, 4ാമത് തൃശ്ശൂർ. ഓർത്തു വച്ചോ, ചിലപ്പോൾ PSC ചോദിക്കാം ഇന്നത്തെ 3ാം സ്ഥാനം ജില്ലകളുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാണ്, അല്ലെങ്കിൽ 2ാം സ്ഥാനം ആർക്കാണ്, 4ാം സ്ഥാനം ആർക്കാണെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. കാരണം 1ാം സ്ഥാനം ഇടുക്കിയാന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇനി പിന്നെ ചോദിക്കാവുന്ന ഇടുക്കിയുടെ വിസ്തീർണമാണ്. അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4612 ചതുരശ്ര കിലോമീറ്റർ ആണ് എന്ത്? നമ്മുടെ ഇടുക്കിയുടെ ആകെ വിസ്തീർണം ഇപ്പോഴത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരളത്തിൽ ഗോത്രഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല. ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. എന്ത്? കേരളത്തിൽ ഗോത്രഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് ഇടുക്കി ജില്ലയാണ്. ഗോത്രഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഏതാണ്? ഇടുക്കിയാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യ സ്പൈസ് പാർക്ക് നിലവിൽ വന്നത് അത് തുടങ്ങനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്, മുട്ടം തൊടുപുഴ. ഓക്കെ, അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ആദ്യ സ്പൈസ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാന്ന് ചോദിച്ചാൽ തുടങ്ങനാട്, മുട്ടം തൊടുപുഴ. സംസ്ഥാനത്തെ ആദ്യ പന്നൽ ഉദ്യാനം നിലവിൽ വരുന്ന എവിടെയാന്ന് ചോദിച്ചാൽ അത് രാജമലയിലാണ്. പന്നൽ ഉദ്യാനം വെറൈറ്റി ആണ്, അപ്പോൾ ഓർത്തു വച്ചോ. എന്താണ്? സംസ്ഥാനത്തെ ആദ്യത്തെ പന്നൽ ഉദ്യാനം നിലവിൽ വരുന്നത്, പന്നൽ ഉദ്യാനം നിലവിൽ വരുന്ന എവിടെയാ? രാജമല. ലാബോറട്ടറിയിൽ ഉൽപ്പാദിപ്പിച്ച കൃത്രിമ ഭ്രൂണത്തിലൂടെ രാജ്യത്ത് ആദ്യത്തെ വെച്ചൂർ പശു
പിറന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ രാജ്യത്തെ തന്നെ ആദ്യത്തെ വെച്ചൂർ പശുവാണ്. അപ്പോൾ രാജ്യത്തെ തന്നെ ആദ്യത്തെ വെച്ചൂർ പശു എവിടെയാണ് പിറന്നത്? അതായത് ലാബോറട്ടറിയിൽ ഉൽപ്പാദിപ്പിച്ച കൃത്രിമ ഭ്രൂണത്തിലൂടെ രാജ്യത്തെ ആദ്യത്തെ വെച്ചൂർ പശു പിറന്നത് മാട്ടുപ്പെട്ടി. ഇനി കാന്റിലിവർ മാതൃകയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ചില്ലുപാലം സ്ഥിതി ചെയ്യുന്നത് വാഗമൺ അഡ്വഞ്ചർ പാർക്ക് കോലാഹലമേട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കാം. അപ്പോൾ രാജ്യത്തെ തന്നെ എന്താണ്? രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ചില്ലുപാലം, കാന്റിലിവർ മാതൃകയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ചില്ലുപാലമാണ് സ്ഥിതി ചെയ്യുന്നത് വാഗമണാണ്. അഡ്വഞ്ചർ പാർക്ക് കോലാഹലമേട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ചില്ലുപാലത്തിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40 മീറ്റർ ആണ്. ഈ ചില്ലുപാലത്തിന്റെ നീളം എന്ന് പറയുന്നത് 40 മീറ്റർ. അപ്പോൾ കാന്റിലിവർ മാതൃകയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ചില്ലുപാലം സ്ഥിതി ചെയ്യുന്നത് വാഗമൺ അഡ്വഞ്ചർ പാർക്ക് കോലാഹല മേടാണ്. കേരള സർക്കാരിന്റെ കുടിയേറ്റ സ്മാരക മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല, കുടിയേറ്റ സ്മാരകം, കാരണം കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇടുക്കിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, കേരള സർക്കാരിന്റെ കുടിയേറ്റ സ്മാരക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കിയിലാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് ചിന്നക്കനാൽ മൂന്നാറാണ്. എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് ചിന്നക്കനാൽ മൂന്നാറ്. കേരളത്തിലെ ആദ്യ വിധവാ സൗഹൃദ നഗരസഭ ഏതാന്ന് ചോദിച്ചാൽ അത് കട്ടപ്പനയാണ്, കട്ടപ്പന. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വിധവാ സൗഹൃദ നഗരസഭ കട്ടപ്പനയാണ്. രാജ്യത്തെ ആദ്യത്തെ സോളാർ ഇൻവെർട്ടർ പവർ ഹൗസ് സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെടുങ്കണ്ടത്താണ്, നെടുങ്കണ്ടം. ഓക്കെ, അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ സോളാർ ഇൻവെർട്ടർ പവർ ഹൗസ് നെടുങ്കണ്ടമാണ്. കേരളത്തിൽ ആദ്യമായി കുങ്കുമം വിജയകരമായി കൃഷി ചെയ്ത സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ പെരുമല കാന്തല്ലൂരാണ്. അപ്പോൾ എന്താണ്, ഇടുക്കി ജില്ലയിലെ പെരുമല കാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കുങ്കുമം വിജയകരമായി കൃഷി ചെയ്ത സ്ഥലം. അപ്പൊ കുങ്കുമമൊക്കെ കാശ്മീരിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ എന്താണ്, ഇപ്പൊ ഇടുക്കിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? കേരളത്തിൽ ആദ്യമായി കുങ്കുമം വിജയകരമായി എന്ത് ചെയ്തു? കൃഷി ചെയ്തു. കേരളത്തിലെ ആദ്യ കാരവൻ പാർക്കായ കാരവൻ മെഡോസ് ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വാഗമണ്ണിലാണ്. കാരവൻ മെഡോസ് അത് ഉദ്ഘാടനം ചെയ്തത് മുഹമ്മദ് റിയാസ് ആണ്, നമ്മുടെ മന്ത്രി. അപ്പോൾ ഗതാഗത മന്ത്രി ആയിട്ടുള്ള മുഹമ്മദ് റിയാസ് ആണ്. അപ്പൊ കേരളത്തിലെ ആദ്യ കാരവൻ, വേറൊന്നുമല്ല, ഈ കാരവനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഫാമിലി ആയിട്ട് സഞ്ചരിച്ച് അവിടുത്തെ ഇടുക്കിയുടെയും അതേപോലെ തന്നെ വാഗമണിന്റെ ഒക്കെ എന്ത് ചെയ്യാം? ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു കാരവൻ, കാരണം ഇതൊക്കെ സിനിമ നടന്മാർക്കും അതേപോലെ തന്നെ അങ്ങനെയുള്ള VIPs മാത്രം ഉപയോഗിക്കാവുന്ന സംഭവമായിരുന്നു ഈ പറയുന്ന കാരവൻ. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പദ്ധതിയാണ് ഈ പറയുന്ന കാരവൻ മെഡോസ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഏകദേശം 353ഓളം കാരവൻ മെഡോസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ കാരവൻ ബുക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇടുക്കിയുടെ ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റും. ഓക്കെ, 2023 വനം മഹോത്സവത്തിന് തുടക്കം കുറിച്ച സ്ഥലമാണ് തേക്കടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2023 വനം മഹോത്സവത്തിന് തുടക്കം കുറിച്ച സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ് മക്കളെ? തേക്കടിയാണ്. ഇനി 2021 വനം മഹോത്സവത്തിന്റെ പ്രമേയം പങ്കാളിത്ത പരിപാലനത്തിന്റെ 25 വർഷം. അപ്പോൾ 2021 വനമഹോത്സവത്തിന്റെ പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പങ്കാളിത്ത വനപരിപാലനത്തിന്റെ 25 വർഷം. ഓർത്തു വച്ചോ, 1 മാർക്ക് ഷുവറാണ്. അപ്പോൾ 2021 വനം മഹോത്സവത്തിന്റെ പ്രമേയം എന്തായിരുന്നു? പങ്കാളിത്ത വനപരിപാലനത്തിന്റെ 25 വർഷം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇടുക്കി ജില്ലയുടെ ബേസ് എന്ന് പറയുന്ന ലെവലിൽ നമ്മൾ പഠിച്ചത്. എല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത് നമുക്ക് നോക്കാം ലക്ഷ്മി പദ്ധതി. എന്താണ് ലക്ഷ്മി പദ്ധതി എന്ന് പറയുന്നത്? എന്താണ് ലക്ഷ്മി പദ്ധതി? കേരളത്തിലെ 3ാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ലക്ഷ്മി പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ 3ാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിക്ക് പറയുന്ന പേരാണ് ലക്ഷ്മി പദ്ധതി. ലക്ഷ്മി പദ്ധതി സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ലക്ഷ്മി ഇടുക്കി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇടുക്കി ജില്ലയിലുള്ളവരും ലക്ഷ്മി പദ്ധതി കണ്ടിട്ടുള്ളവരും അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായവും അതേപോലെ തന്നെ എന്ത് ചെയ്യുക? നിങ്ങളുടെ ലൈക്കും രേഖപ്പെടുത്തുക. ലക്ഷ്മി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് നദി ഏതാന്ന് ചോദിച്ചാൽ ലക്ഷ്മിയാർ മുതിരപ്പുഴയുടെ പോഷക നദിയാണ്. ഓക്കെ, അപ്പോൾ ലക്ഷ്മി പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ലക്ഷ്മിയാർ ആണ്. ഈ ലക്ഷ്മിയാർ ഏത് നദിയുടെ പോഷക നദിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
മുതിരപ്പുഴയുടെ പോഷക നദിയാണ് ലക്ഷ്മിയാർ എന്ന് പറയുന്നത്. മൂലമറ്റം പവർ ഹൗസ് പോലെ ലക്ഷ്മി ജലവൈദ്യുത പദ്ധതിയും ഭൂഗർഭ പവർ ഹൗസ് ആണ്. ഇവിടെ 2 ജനറേറ്ററുകളിലായി 240 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൂലമറ്റം പവർ ഹൗസ് നമുക്കറിയാം എന്താണ്, ഭൂഗർഭ പവർ ഹൗസ് ആണ്. അപ്പൊ അതേപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ലക്ഷ്മി ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. അതായത് മൂലമറ്റം പവർ ഹൗസിലെ പോലെ തന്നെ ഇവിടെയും എന്താണ്, ഭൂഗർഭ ജലവൈദ്യുത പദ്ധതിയാണ്. ഇതിന്റെ 2 ജനറേറ്ററുകൾ 240 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് എന്തെന്ന് പറയുന്നത്, ഇടുക്കി ജലവൈദ്യുത പദ്ധതി. രണ്ടാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി പത്തനംതിട്ടയാണ്. അപ്പോൾ ഒന്നാമത്തെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഇനിയിപ്പോൾ PSC ചോദിക്കണതൊക്കെ എന്താണ്, രണ്ടാമത്തെ മൂന്നാമത്തേക്കാണ്. അപ്പൊ രണ്ടാമത്തെ ശബരിഗിരിയാണ്. സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൊടുപുഴയിലാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമ്പസ് വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് തൊടുപുഴയാണ്. ഓക്കെ, അടുത്തത് കാന്തല്ലൂർ. കേന്ദ്ര ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച രാജ്യത്തെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് കേന്ദ്ര ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച രാജ്യത്തെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് ഗോൾഡൻ അവാർഡ് ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് കാന്തല്ലൂർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേന്ദ്ര ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച രാജ്യത്തെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് ഏതാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ കേന്ദ്ര ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച രാജ്യത്തെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് ആണ് ഗോൾഡൻ അവാർഡ് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തായുള്ള ഏതാണ്, കാന്തല്ലൂരാണ്. ഓക്കെ, കാന്തല്ലൂർ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ വ്യക്തി ആരാന്ന് ചോദിക്കാം, അതാണ് ജിതേഷ് ജി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം ഗോൾഡൻ അവാർഡ്, അതായത് ബെസ്റ്റ് ടൂറിസം വില്ലേജിന്റെ ഗോൾഡൻ അവാർഡ് ലഭിച്ചത് കാന്തല്ലൂരിനാണ്. ഈ കാന്തല്ലൂർ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസിഡർ ആരാന്ന് ചോദിച്ചാൽ അത് ജിതേഷ് ജി ആണ്. ആരാണ് മക്കളെ ഈ ജിതേഷ് ജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിത്രകലയുടെ അരങ്ങിലെ ആവിഷ്കാരമായ വരയരങ്ങ് എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ്. അപ്പോൾ ജിതേഷ് ജി എന്ന് പറയുന്ന ആള് ആരാണ് എന്ന് ചോദിച്ചാൽ എന്താ, ചിത്രകലയുടെ അരങ്ങിലെ ആവിഷ്കാരമായ വരയരങ്ങ് എന്ന കലാരൂപം. വരയരങ്ങ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ. വരയരങ്ങുമായി ബന്ധപ്പെട്ട ആളാണ് ജിതേഷ് ജി എന്തിന്റെ ബ്രാൻഡ് അംബാസിഡർ, കാന്തല്ലൂർ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസിഡർ ആണ് ആര്, ജിതേഷ് ജി എന്ന് പറയുന്നത്. കാന്തല്ലൂര് എന്ത് അവാർഡാണ് കാന്തല്ലൂരിന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് അവാർഡാണ്, കേന്ദ്ര ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച രാജ്യത്തെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് ഗോൾഡൻ അവാർഡ്. ബെസ്റ്റ് ടൂറിസം വില്ലേജ് ഗോൾഡൻ അവാർഡ് ലഭിച്ച ഏതാണ്, പഞ്ചായത്താണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ കാന്തല്ലൂർ, കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് കാന്തല്ലൂർ. ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇടുക്കി ജില്ലയുടെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. നമുക്കറിയാം 72 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ രൂപീകൃതമായി. പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ പെരിയാർ, ഇടുക്കി, ചിന്നാർ. വെള്ളച്ചാട്ടങ്ങളാണ് തൊമ്മൻകുത്ത്, ചീയപ്പാറ, കീഴാർകുത്ത്, തൂവാനം, കുത്തുങ്കൽ, ചിന്നക്കനാല്. ദേശീയോദ്യാനങ്ങൾ ഇരവികുളം, പാമ്പാടും ചോല, ആനമുടിച്ചോല, മതിൽകെട്ടാം ചോല. പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നമ്മൾ പറഞ്ഞു, മൂന്നാർ പോയിന്റ്, വണ്ടിപ്പെരിയാർ, ചതുരംഗപ്പാറ, നാടുകാണി വ്യൂ പോയിന്റ്, അഞ്ചുരുളി, ആനയിറങ്ങൽ, തുമ്പാച്ചി, കാൽവരി സമുച്ചയം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല, റെയിൽപാതയില്ലാത്ത ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന ബഹുമതി കിട്ടിയത് കുട്ടമ്പുഴ വില്ലേജിന്റെ ഭാഗമായിരുന്ന 12,718.595 ഹെക്ടർ ഭരണസൗകര്യത്തിനായി ഇടമടക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി ഒന്നാമതായത്. 2ാം സ്ഥാനം പാലക്കാട്, 3ാം സ്ഥാനം മലപ്പുറം, 4ാം സ്ഥാനം തൃശൂർ, 5 എറണാകുളം. ഇന്ന് എറണാകുളത്തിന്റെ വിസ്തീർണം 2924 ചതുരശ്ര കിലോമീറ്റർ. ആദ്യ പന്നൽ ഉദ്യാനം രാജമലയാണ്. അതേപോലെ തന്നെ എന്താണ്, കേരളത്തിലെ ആദ്യ ഗോത്ര ഗ്രാമം പദ്ധതി തുടക്കം കുറിച്ചു. അതേപോലെ തന്നെ വെച്ചൂർ പശു പിറന്നത് മാട്ടുപ്പെട്ടിയിലാണ്. കോലാഹലമേട് എന്ന് പറയുന്നത് കാൻഡിലിവർ മാതൃകയിലുള്ള ഏറ്റവും വലിയ ചില്ലുപാലം രാജ്യത്തെ തന്നെ വാഗമണിലാണ്. 40 മീറ്റർ അതിന്റെ നീളം എന്ന് പറയുന്നത്. കേരള സർക്കാരിന്റെ കുടിയേറ്റ സ്മാരകം എവിടെയാണ്, ഇടുക്കിയിലാണ്. അതേപോലെ ചിന്നക്കനാൽ, മൂന്നാർ. കേരളത്തിലെ ആദ്യ കാട്ടാന ഉദ്യാനം നിലവിൽ വന്നത്. കേരളത്തിലെ വിധവ സൗഹൃദ നഗരസഭ കട്ടപ്പനയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ലക്ഷ്മി പദ്ധതി എന്ന് പറയുന്നത് സ്ഥലം ലക്ഷ്മി, മുതിരപ്പുഴയുടെ പോഷക നദിയായിട്ടുള്ള നദിയാണ് ലക്ഷ്മിയാർ എന്ന് പറയുന്നത്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന 240 മെഗാവാട്ടാണ്. ഏറ്റവും വലിയ ജലപദ്ധതി ഇടുക്കിയാണ്. രണ്ടാമത്തെ ഏതാണെന്ന് ചോദിച്ചാൽ ശബരിഗിരി, പത്തനംതിട്ട. കാന്തല്ലൂർ നമ്മൾ പറഞ്ഞു, കേന്ദ്ര ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച രാജ്യത്തെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് ഗോൾഡൻ
അവാർഡ് ലഭിച്ചു ഇതിന് കാന്തല്ലൂരിന്. അവിടുത്തെ ബ്രാൻഡ് അംബാസഡറാണ് ജിതേഷ് ജി വരയരങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചിത്രകലയുടെ അരങ്ങിലെ ആവിഷ്കാരമായ വരയരങ്ങ് വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് ആലപ്പുഴ ജില്ലയിലേക്ക് പോവാം. ആലപ്പുഴ ജില്ല നിലവിൽ വന്നത് 1957 ഓഗസ്റ്റ് 17. ജലോത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് ആലപ്പുഴ. ജലോത്സവങ്ങളുടെ നാട്. കിഴക്കിന്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഒത്തിരി തവണ PSC ചോദിച്ചാണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല താഴെ പറയുന്നവയിൽ ഏതാണ്? അത് ആലപ്പുഴ ജില്ലയാണ്. 1900 ആരാണ് കേരള സന്ദർശന വേളയിൽ കേഴ്സൺ പ്രഭു ആണ് കേരളത്തിന്റെ കിഴക്കിന്റെ വെന്നീസ് എന്ന് ഏതിനെ വിളിച്ചത്? ആലപ്പുഴയെ വിളിച്ചത്. അപ്പോൾ കിഴക്കിന്റെ വെന്നീസ് എന്ന് ആരാണ് അങ്ങനെ വിളിച്ചതെന്ന് ചോദിച്ചാൽ കേഴ്സൺ പ്രഭു ആണ് 1900 അദ്ദേഹത്തിന്റെ കേരള സന്ദർശനത്തിന്റെ സമയത്ത്. രാജാ കേശവദാസിന്റെ പട്ടണം എന്നറിയപ്പെടുന്നതും ഏതാണ്? ആലപ്പുഴയാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണെങ്കിൽ കുട്ടനാട്, ആലപ്പുഴ ബീച്ച്, ആലപ്പുഴ ലൈറ്റ് ഹൗസ്, പാണ്ഡവൻപാറ, തുമ്പോളി, കടപ്പുറം. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം കേന്ദ്രമായി മാറുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പുന്നപ്രയാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം കേന്ദ്രമായി മാറുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? പുന്നപ്രയാണ്. ഇനി പ്രവാസികൾക്കായി ലോക കേരള കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മാവേലിക്കരയിലാണ്. പ്രവാസികൾക്കായി ലോക കേരള കേന്ദ്രം നിലവിൽ വരുന്നത് മാവേലിക്കര. സംസ്ഥാനത്തെ ആദ്യ ആണവ നിലയം നിലവിൽ വരുന്നത് കായംകുളം. നമുക്കറിയാം, അത് ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ്. ഈ പറയുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ആണവ നിലയം നിലവിൽ വരുന്നത് കായംകുളമാണുള്ളത്. ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാവുന്ന കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ വേദിയാകുന്ന ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലപ്പുഴയാണ്. കേരളത്തിലെ 5ാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ലയായി മാറുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ 5ാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ലയായി പ്രഖ്യാപിച്ചത് ഏത് ജില്ലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലപ്പുഴ ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ അപ്പോൾ ആദ്യത്തെ ഏതാന്ന് ചോദിച്ചാൽ അത് വയനാടാണ്. ആദ്യത്തെ ജില്ല വയനാട്. കേരളത്തിലെ 5ാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ലയാണ് ഏതെന്ന് പറയുന്നത്? ആലപ്പുഴ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഏതാണ് മക്കളെ? ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ വയനാട് ജില്ലയാണ്. ആദ്യത്തെ വയനാട് ജില്ല. ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലയിലെ സമ്പൂർണ്ണ പക്ഷിഭൂപടം, ഇമ്പോർട്ടന്റ് ആണ്, ഒരു ജില്ലയിലെ പക്ഷിഭൂപടം തയ്യാറാക്കിയത് ഏത് ജില്ലയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലപ്പുഴ ജില്ലയിലാണ് ആദ്യമായിട്ട് പക്ഷിഭൂപടം. അപ്പൊ പക്ഷിഭൂപടം തയ്യാറാക്കിയത് ഏത് ജില്ലയിലാ? പക്ഷിഭൂപടം തയ്യാറാക്കിയത് ഏത് ജില്ലയാ? നമ്മുടെ ആലപ്പുഴ ജില്ലയിലാണ് പക്ഷിഭൂപടം തയ്യാറാക്കിയത്. ആലപ്പുഴ ജില്ലയിലാണ് പക്ഷിഭൂപടം തയ്യാറാക്കിയത്. ഇനി നമുക്കറിയാം, കേരളത്തിലെ 2ാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിലവിൽ വന്നത് ആലപ്പുഴ ബീച്ചിലാണ്. കേരളത്തിലെ 2ാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിലവിൽ വന്നത് എവിടെയാണ്? ആലപ്പുഴ. അതേപോലെ തന്നെ ഡോക്ടർ MS സ്വാമിനാഥൻ, നമുക്കറിയാം ഡോക്ടർ MS സ്വാമിനാഥന്റെ പേരിൽ പുനർനാമകരണം ചെയ്യുന്ന കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം ഏതാന്ന് ചോദിച്ചാൽ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രമാണ്. ഓക്കെ, അപ്പോൾ ഡോക്ടർ MS സ്വാമിനാഥന്റെ പേരിൽ പുനർനാമകരണം ചെയ്യുന്ന കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ആണ് ഡോക്ടർ MS സ്വാമിനാഥന്റെ പേരിൽ പുനർനാമകരണം ചെയ്യുന്ന നമ്മുടെ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രമാണ് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യ ബീച്ച് എലിവേറ്റഡ് ഹൈവേ എവിടെയാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ബൈപ്പാസ് ആണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ബീച്ച് എലിവേറ്റഡ് ഹൈവേ ആലപ്പുഴ ബൈപ്പാസ്. ജൈവ വൈവിധ്യ രജിസ്റ്റർ 2ാം ഘട്ടം പൂർത്തിയാക്കുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് ആലപ്പുഴ. നാഷണൽ ജിയോഗ്രാഫിക്ക് പുറത്തുവിട്ട ലോകത്തിലെ ഏറ്റവും റൊമാൻറ്റിക് ആയ 19 ടൂറിസം കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ ജില്ല ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അതായത് നാഷണൽ ജിയോഗ്രാഫിക് പുറത്തുവിട്ട ലോകത്തിലെ ഏറ്റവും റൊമാൻറ്റിക് ആയ 19 ടൂറിസം കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. ഇന്ത്യയിൽ നിന്നും റൊമാൻറ്റിക് ടൂറിസം പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആലപ്പുഴ ജില്ല മാത്രമാണ്. പടിഞ്ഞാറൻ യൂറോപ്പിലെ മൊസേലി റിവർ
വില്ലേജ് ആണ് ആ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും റൊമാൻറ്റിക് ടൂറിസം പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ആലപ്പുഴയിലെ ആലപ്പുഴ ജില്ലയാണ്, അതായത് ഇന്ത്യയിൽ തന്നെ റൊമാൻറ്റിക് ടൂറിസം പട്ടികയിൽ ഉൾപ്പെട്ട ജില്ല എന്ന് പറയുന്നത്. ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് മൊസേലി റിവർ വില്ലേജ് ആണ്. അത് യൂറോപ്പിലെയാണ് മൊസേലി റിവർ വില്ലേജ് ഒന്നാം സ്ഥാനത്ത് എത്തിയത്. രാജ്യത്തെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് കായംകുളം താപവൈദ്യുത നിലയമാണ്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് എവിടെയാന്ന് ചോദിച്ചാൽ എവിടെയാ? അത് കായംകുളം താപവൈദ്യുത നിലയത്തിലാണ്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ആലപ്പുഴയിലെ ഞാൻ ഓടിച്ചൊന്ന് പറയാം. ആലപ്പുഴ ജില്ല നിലവിൽ വന്ന 57 ഓഗസ്റ്റ് 17 ആലപ്പുഴ ജില്ലയെ കിഴക്കിന്റെ വെന്നീസ് എന്ന് വിളിച്ചതാരാന്ന് ചോദിച്ചാൽ കേഴ്സൺ പ്രഭു ആണ്. എന്നാണ് അദ്ദേഹം അങ്ങനെ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? 1900 കേഴ്സൺ പ്രഭു എന്ത് ചെയ്തത്? ആ കിഴക്കിന്റെ വെന്നീസ് എന്ന് ആലപ്പുഴയെ വിളിച്ചത്. രാജാ കേശവദാസിന്റെ പട്ടണം എന്നറിയപ്പെടുന്നതും ഇത് തന്നെയാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കുട്ടനാട്, ആലപ്പുഴ ബീച്ച്, ആലപ്പുഴ ലൈറ്റ് ഹൗസ്, പാണ്ഡവൻ പാറ, തുമ്പോളി കടപ്പുറം. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം കേന്ദ്രമായി മാറുന്നത് പുന്നപ്പറയാണ്. പ്രവാസികൾക്കായി ലോക കേരള കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാ? മാവേലിക്കര. ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ ആണവ നിലയം നിലവിൽ വരുന്നത് കായംകുളം. ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ വേദിയാവുന്ന കേരളത്തിലെ 5ാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ല ആയി പ്രഖ്യാപിച്ചത് ആലപ്പുഴ ജില്ലയാണ്. വയനാട്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലയിലെ സമ്പൂർണ്ണ പക്ഷി ഭൂപടം തയ്യാറാക്കിയത് ആലപ്പുഴ. കേരളത്തിലെ 2ാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിലവിൽ വന്നത് ആലപ്പുഴ ബീച്ചിലാണ്. ഡോക്ടർ MS സ്വാമിനാഥന്റെ പേരിൽ പുനർനാമകരണം ചെയ്യുന്ന കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രമാണ് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ ആദ്യ ബീച്ച് എലിവേറ്റഡ് ഹൈവേ ആണ് ആലപ്പുഴ ബൈപ്പാസ് എന്ന് പറയുന്നത്. ഇനി നാഷണൽ ജിയോഗ്രാഫിക് പുറത്തുവിട്ട ലോകത്തിലെ ഏറ്റവും റൊമാൻറ്റിക് ആയ 19 ടൂറിസം കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ ജില്ല ആലപ്പുഴ. ഇന്ത്യയിൽ നിന്നും റൊമാൻറ്റിക് ടൂറിസം പട്ടികയിൽ ഉൾപ്പെട്ടത് ആലപ്പുഴ ജില്ല മാത്രമാണ്. പടിഞ്ഞാറൻ യൂറോപ്പിലെ മൊസേലി റിവർ വില്ലേജ് ആണ് ഒന്നാം സ്ഥാനം. രാജ്യത്തെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് കായംകുളമാണ്. നമുക്കിനി കോട്ടയത്തേക്ക് പോകാം. കോട്ടയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കോട്ടയം ജില്ല രൂപീകൃതമായത് 1949 ജൂലൈ 1 കോട്ടയം ജില്ല രൂപീകൃതമായത്. 1949 ജൂലൈ 1. 4 എല്ലുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് ആണ്. 4 എല്ലുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഏതെന്ന് പറയുന്നത്? കോട്ടയം. ഒന്നാമത്തെ ലേക്ക്, 2ാമത്തെ ലെറ്റർ, 3ാമത്തെ ലാറ്റക്സ്, 4ാമത്തെ ലെജൻഡ്. അപ്പൊ ഈ ലെജൻഡ് എന്ന് പറയുന്നത് ആരും കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇപ്പോ നിലവിൽ അറിയപ്പെടുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 എല്ലുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ജില്ലയാണ്. ഇനി 3 ഉള്ളൂങ്കിൽ നിങ്ങൾ 3 എഴുതുക. ഇനി 4 അതായത് 4 ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? 4 പോവുക. അല്ലെങ്കിൽ 3 എപ്പോഴും PSCയുടെ ആൻസർ പ്രകാരം ഇപ്പൊ അപ്ഡേറ്റ് ചെയ്താണ് എന്തായത്? ലെജൻഡ് എന്ന് പറയുന്നത് ഇതിഹാസത്തിന്റെ നാട് എന്നറിയപ്പെടുന്നതും കോട്ടയം ജില്ലയാണ്. ഇനി അക്ഷര നഗരം, ചുമർ ചിത്ര നഗരം, മലയാള പത്രപ്രവർത്തനത്തിന്റെ ജന്മഗൃഹം എന്ന വിശേഷണങ്ങൾ എല്ലാം നിലവിലുള്ളത് കോട്ടയം ജില്ലയിലാണ്. മീനച്ചിലാറിന്റെ പട്ടണം എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയമാണ്. മീനച്ചിലാറിന്റെ പട്ടണം ഒത്തിരി തവണ ചോദിച്ചേക്കണ ചോദ്യമാണ് കേട്ടോ, മീനച്ചിലാറിന്റെ പട്ടണം എന്ന് പറയുന്നത്. ദക്ഷിണ മൂകാംബിക പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണമാണ് കോട്ടയം എന്ന് പറയുന്നത്. ഒത്തിരി തവണ ചോദിച്ചാണ്. 1989 സമ്പൂർണ്ണ സാക്ഷരത നേടിയ പട്ടണമായി, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പട്ടണമായി കോട്ടയം മാറുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല 2008 അത് കോട്ടയത്തിന് ലഭിക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാ? കോട്ടയമാണ്. അതേപോലെ തന്നെ ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യ കളക്ടറേറ്റ് ആണ് കോട്ടയം കളക്ടറേറ്റ്. അപ്പോൾ ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യ കളക്ടറേറ്റ് ആണ് കോട്ടയം കളക്ടറേറ്റ്. പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാം യോജന പദ്ധതി പ്രകാരം PT ഉഷ MP ദത്തെടുത്ത ആദ്യ പഞ്ചായത്താണ് പള്ളിക്കത്തോട് കോട്ടയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പള്ളിക്കത്തോട് കോട്ടയം എന്താണ്? അതായത് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യ കളക്ടറേറ്റ് ആണ് കോട്ടയം. നമ്മൾ പറഞ്ഞു പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാം യോജന പദ്ധതി പ്രകാരം PT ഉഷ MP ദത്തെടുത്ത ആദ്യ പഞ്ചായത്ത്. അപ്പോൾ PT ഉഷ MP ദത്തെടുത്ത ആദ്യ പഞ്ചായത്താണ് പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാം യോജന പ്രകാരം പള്ളിക്കത്തോട് കോട്ടയം. 2020
G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഏതാണ് ആ സ്ഥലം എന്ന് പറയുന്നത്? അത് കുമരകമാണ്. കുമരകം. ഓക്കെ, അപ്പൊ കുമരകമാണ് എന്ത് G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? നമ്മുടെ ഷെർപ്പ സമ്മേളനത്തിന് വേദിയായത് കുമരകമാണ്. ഓക്കെ, ഇനി അടുത്തത് KSEBയുടെ കേരളത്തിലെ ആദ്യ ഗ്യാസ് ഇൻസുലേറ്റഡ്, കേരളത്തിലെ KSEBയുടെ നേതൃത്വത്തിലുള്ള ആദ്യ ഗ്യാസ് ഇൻസുലേറ്റഡ് 400 kV. ഓക്കെ, അപ്പൊ 400 kV സബ്സ്റ്റേഷൻ നിലവിൽ വരുന്നത് കുറുവിലങ്ങോട് കോട്ടയമാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് KSEBയുടെ കേരളത്തിലെ ആദ്യ ഗ്യാസ് ഇൻസുലേറ്റഡ് 400 kV സബ്സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? കുറുവിലങ്ങാടാണ് അത് നിലവിൽ വരുന്നത്. അപ്പൊ എന്താണ് കേരളത്തിലെ അതായത് KSEBയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഗ്യാസ് ഇൻസുലേറ്റഡ് 400 kV സബ്സ്റ്റേഷൻ നിലവിൽ വരുന്നതാണ് എവിടെ എന്ന് പറയുന്നത്? ഓക്കെ, ഈ പറയുന്ന നമ്മുടെ എവിടെയാണ്? കുറുവിലങ്ങോട് കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത്. ഓക്കെ, അടുത്തത് സംസ്ഥാന ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ നേതൃത്വത്തിലുള്ള ആഗോള ഉത്തരവാദിത്ത ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും എവിടെ തന്നെയാ? കുമരകം തന്നെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? സംസ്ഥാനത്തെ ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ നേതൃത്വത്തിലുള്ള ആഗോള ഉത്തരവാദിത്ത ഉച്ചകോടി വേദി കുമരകമാണ്. ഇനി അതിദരിദ്രർക്കായി സൂക്ഷ്മ പദ്ധതികൾ രൂപീകരിച്ച സംസ്ഥാനത്തെ ആദ്യ ജില്ല, അതിദരിദ്രർക്കായി സൂക്ഷ്മ പദ്ധതികൾ എന്താണ് രൂപീകരിച്ച കേരളത്തിലെ ജില്ലയാണ് ഏതെന്ന് പറയുന്നത്? കോട്ടയം. കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല കോട്ടയമാണ്. ആദ്യത്തെ തൃശ്ശൂരാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ ആയിട്ടുള്ള. പക്ഷെ കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരാണ്. കേരള പേപ്പർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് സ്ഥാപനത്തിന്റെ പുതിയ പേരാണ് കേരള പേപ്പർ പ്രൊഡക്റ്റ് ലിമിറ്റഡ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹിന്ദുസ്ഥാൻ ന്യൂസ് ലിമിറ്റഡിന്റെ പുതിയ പേരാണ് കേരള പേപ്പർ പ്രൊഡക്റ്റ് ലിമിറ്റഡ്. അതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? കോട്ടയത്തെ വെള്ളൂരിലാണ് എന്ത് ഈ പറയുന്ന ഹിന്ദുസ്ഥാൻ ന്യൂസ് ലിമിറ്റഡിന്റെ ഹിന്ദുസ്ഥാൻ ന്യൂസ് ലിമിറ്റഡ് സ്ഥാപനത്തിന്റെ പുതിയ പേരാണ് കേരള പേപ്പർ പ്രൊഡക്റ്റ് ലിമിറ്റഡ്. ആസ്ഥാനം കോട്ടയത്തെ വെള്ളൂരാണ്. കേരള പേപ്പർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കേരള പേപ്പർ പ്രൊഡക്റ്റ് ലിമിറ്റഡ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു 2021 കേരള സർക്കാർ ഏറ്റെടുത്ത കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ്. അപ്പോൾ 2021 എന്ത് ചെയ്യാണ്? കേരള സർക്കാർ ഏറ്റെടുത്ത കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം. അപ്പോൾ കേന്ദ്രത്തിന്റെ പൊതുമേഖലാ സ്ഥാപനത്തെയാണ് 2021 ആര് ഏറ്റെടുക്കുന്നത്? കേരള സർക്കാർ ഏറ്റെടുക്കുന്നത്. 146 കോടി രൂപയ്ക്കാണ് ഇത് ഏറ്റെടുക്കുന്നത്. ഓക്കെ, 146 കോടി രൂപയ്ക്ക് കേരള പേപ്പർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് അതായത് ഹിന്ദുസ്ഥാൻ ന്യൂസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം ഏറ്റെടുക്കുകയാണ്. ആര്? കേരള സർക്കാർ. എത്ര കോടി രൂപയ്ക്ക്? 146 കോടി രൂപയ്ക്ക്. അന്ന് ഇതിന്റെ പേര് പിന്നീട് അത് എന്ത് ചെയ്യുകയാണ്? കേരള പേപ്പർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്ന പേരിലേക്ക് മാറ്റുകയാണ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് ലിമിറ്റഡ് പ്രവർത്തനം അവസാനിപ്പിച്ചത് 2019 ജനുവരി 1 ചിലപ്പോൾ ചോദിക്കാം. ഹിന്ദുസ്ഥാൻ ന്യൂസ് ലിമിറ്റഡ് പ്രവർത്തനം അവസാനിപ്പിച്ചത് 2019 ജനുവരി 1. കേരള പേപ്പർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് ഉദ്ഘാടനം ചെയ്തത് 2022 മെയ് 19 പിണറായി വിജയനാണ്. ഓക്കെ, അപ്പോൾ 2022 മെയ് 19 പിണറായി വിജയൻ കേരള പേപ്പർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് ഉദ്ഘാടനം ചെയ്തത്. 2022 ജനുവരി 1 കേരള പേപ്പർ പ്രൊഡക്റ്റ് ലിമിറ്റഡിന്റെ അറ്റകുറ്റപ്പണിക്കായി പ്രവർത്തനം ആരംഭിച്ചത്. വെള്ളൂർ കേരള പേപ്പർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപാദനം ആരംഭിച്ചത് 2022 നവംബർ 1 വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപാദനം ആരംഭിച്ചത്. 1900 കോടി രൂപയുടെ സിയാൽ മോഡൽ റബ്ബർ പാർക്ക് കേരള പേപ്പർ പ്രൊഡക്റ്റ് ലിമിറ്റഡിന്റെ ഭാഗമായി നിർമ്മിക്കുന്നു. അപ്പോൾ 1900 കോടി രൂപയുടെ സിയാൽ
റബ്ബർ മോഡൽ എന്താണ് പാർക്ക് കേരള പേപ്പർ പ്രൊഡക്റ്റ് ലിമിറ്റഡിന്റെ ഭാഗമായാണ് നിർമ്മിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ അക്ഷര മ്യൂസിയം സ്ഥാപിതമാകുന്ന നഗരമാണ് കോട്ടയം. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ അക്ഷര മ്യൂസിയം സ്ഥാപിതമാകുന്ന നഗരമാണ് ഏത്? കോട്ടയം എന്ന് പറയുന്നത്. കേരള ബാംബു കോർപ്പറേഷന്റെ കീഴിൽ ബാംബു ബസാർ നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കുമരകമാണ്. ഓക്കെ, അപ്പൊ കേരള ബാംബു കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് നമുക്കറിയാം, അങ്കമാലിലാണ്. അപ്പൊ കേരള ബാംബു കോർപ്പറേഷന്റെ കീഴിൽ ബാംബു ബസാർ നിലവിൽ വരുന്നത് കുമരകമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത ജില്ല എന്ന് പറയുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കോട്ടയമാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വിശപ്പ് രഹിത ജില്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വിശപ്പ് രഹിത ജില്ല ഏതാന്ന് ചോദിച്ചാൽ കോട്ടയമാണ്. അന്തരിച്ച ഏത് മുൻ കേരള മന്ത്രിയുടെ പേരിലാണ് പാലായിലെ ഗവൺമെന്റ് ജനറൽ ആശുപത്രി പുനർനാമകരണം ചെയ്തതെന്ന് ചോദിച്ചാൽ KM മാണിയുടെ പേരിലാണ്. ഓക്കെ, അപ്പൊ KM മാണിയുടെ പേരിലാണ് എന്ത് ചെയ്തത്? അന്തരിച്ച മുൻ കേരള മുഖ്യമന്ത്രിയുടെ പേരിലാണ് പാലായിലെ ഗവൺമെന്റ് ജനറൽ ആശുപത്രി പുനർനാമകരണം ചെയ്ത് KM മാണിയുടെ പേരിലാണ്. കേരള ടൂറിസത്തിന്റെ ആദ്യ വാട്ടർ സ്റ്റേറ്റ് പദ്ധതി ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ മറവൻ തുരുത്താണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ കേരള ടൂറിസത്തിന്റെ ആദ്യ വാട്ടർ സ്റ്റേറ്റ് പദ്ധതി, ഓക്കെ, കേരള ടൂറിസത്തിന്റെ ആദ്യ വാട്ടർ സ്റ്റേറ്റ് പദ്ധതി ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? അത് മറവൻ തുരുത്താണ്, മറവൻ തുരുത്ത്. അപ്പോൾ ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. ഈ പറയുന്ന നമ്മുടെ കോട്ടയം ജില്ലയെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്, അതായത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മസ്ഥലം നമുക്കറിയാം എവിടെയാന്നുള്ളത്, അത് ഏതാന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മസ്ഥലം ഏതാന്നുള്ളത് നമുക്കറിയാം കോട്ടയത്താണ്. കോട്ടയത്ത് ഏത് സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചതെന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ കോട്ടയം ജില്ല രൂപീകൃതമായത് 49 ജൂലൈ 1 4 ഇല്ലുകളുടെ നഗരം, ലെറ്റർ, ലാറ്റക്സ്, ലെജൻഡ്, ലേക്കാണ്. മീനച്ചിലാറിന്റെ പട്ടണം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. 89 ജൂൺ 25 സാക്ഷരത നേടിയ പട്ടണമായി മാറിയത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല 2008 കോട്ടയമാണ്. എന്താണ് പള്ളിക്കത്തോട് കോട്ടയം എന്ന് പറയുന്നത്? പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമ യോജന പ്രകാരം PT ഉഷ MP ദത്തെടുത്ത ആദ്യ പഞ്ചായത്ത്. ഷർപ്പ സമ്മേളനത്തിന് G20യുടെ വേദിയായ കേരളത്തിലെ സ്ഥലം കുമരകം, ഇമ്പോർട്ടൻ്റ് ആണ്. 400 kV സബ്സ്റ്റേഷൻ നിലവിൽ വരുന്ന കുറുവിലങ്ങോട് കോട്ടയമാണ്. സംസ്ഥാന ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ നേതൃത്വത്തിലുള്ള ആഗോള ഉത്തരവാദിത്ത ഉച്ചകോടിയുടെ വേദിയാണ് കുമരകം. അതിദരിദ്രർക്ക് സൂക്ഷ്മ പദ്ധതികൾ രൂപീകരിച്ച സംസ്ഥാനത്തെ ആദ്യ ജില്ല കോട്ടയമാണ്. കേരള പേപ്പർ പ്രൊഡക്റ്റ് ലിമിറ്റഡ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായിരുന്നു? ഹിന്ദുസ്ഥാൻ ന്യൂസ് ലിമിറ്റഡ് സ്ഥാപനത്തെയാണ് കേരള സർക്കാർ 146 കോടി രൂപയ്ക്ക് ഏറ്റെടുക്കുന്നത്. അങ്ങനെയാണ് കേരള പേപ്പർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് ആയി മാറിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ആദ്യത്തെ വിശപ്പ് രഹിത ജില്ല, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചാണ്. ബാംബു കോർപ്പറേഷന്റെ കീഴിലുള്ള ബാംബു ബസാർ, ഇതൊക്കെ നിലവിൽ വരുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? നമ്മുടെ കോട്ടയത്ത് തന്നെയാണ്. അപ്പോൾ 3 ജില്ലകളുടെ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. സ്പോർട്സുമായി ബന്ധപ്പെട്ട ആള്, ഓക്കെ. സെഞ്ചുറി ഇല്ലെങ്കിൽ അയാൾ ഫോമിലല്ല. അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് ക്രിക്കറ്റ് സിദ്ധാന്തകരുടെ റഫറൻസ് പുസ്തകത്തിൽ അയാൾ തന്നെ തുന്നിച്ചേർത്തതാണ്. ഓക്കെ, അപ്പോൾ സെഞ്ചുറി ഇല്ലെങ്കിൽ അയാൾ ഫോമിലല്ല, അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് ക്രിക്കറ്റ് സിദ്ധാന്തകരുടെ റഫറൻസ് പുസ്തകത്തിൽ അയാൾ തന്നെ തുന്നിച്ചേർത്തതാണ്. അയാളിനെ ബാറ്റിനു മാത്രം ബാധകമാകുന്ന ഒരു ക്രൈറ്റീരിയയാണത്. അതുകൊണ്ട് തന്നെ 3 അക്കത്തിൽ കുറയാത്തൊരു സ്കോറും അദ്ദേഹത്തിന്റെ ആരാധകർക്കും തൃപ്തിപ്പെടുന്നതല്ല. 1021 ദിനരാത്രങ്ങളുടെ ഏകാന്തത, അതിനിടയിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ നായക സ്ഥാനവും ക്രിക്കറ്റ് ബോർഡ് പിടിച്ചു വാങ്ങി. ആ അപമാനത്തെ തുടർന്ന് ടെസ്റ്റ് ടീം ക്രിക്കറ്റിന്റെ നായക സ്ഥാനത്ത് നിന്നും അദ്ദേഹം എന്ത് ചെയ്യാണ്? ഒഴിഞ്ഞു മാറുകയാണ്. ഇനി ക്യാപ്റ്റന്റെ തൊപ്പി പോയതോടെ ടീമിന്റെ സ്ഥാനം തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയും അങ്ങനെ സൂപ്പർ താരമായ ഈ സൂപ്പർ താരം ഇല്ലാതെ തന്നെ ഇന്ത്യ ലോകകപ്പ് സംഘത്തെ കുറിച്ചുള്ള ചർച്ചകൾ വരെ ആരംഭിച്ചു. പക്ഷെ ഏതോ ഒരു ആരാധകൻ എപ്പോഴോ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പേരിന് മുമ്പിൽ ചേർത്ത് വിളിച്ച ഒരു വിശേഷണമുണ്ട്. ആ വിശേഷണമാണ് അദ്ദേഹത്തെ കിങ് കോഹ്ലി എന്ന പേരിൽ. അതെ, ദൈവം ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടു വളർന്ന ഞങ്ങളുടെ തലമുറയ്ക്ക് അദ്ദേഹം രാജാവായിരുന്നു. സച്ചിൻ പടുത്തുയർത്തിയ ദൈവരാജ്യത്തെ
ഭരിക്കാൻ ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ഒരേ ഒരു രാജാവ്, അതായിരുന്നു ആരെന്ന് പറയുന്നത് കിങ് കോഹ്ലി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1988 നവംബർ 5 ജനിച്ച, ഡൽഹിയിൽ ജനിച്ച വിരാട് കോഹ്ലിയും ആയിട്ട് ബന്ധപ്പെട്ട PSC എക്സാമുകളിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സിലേക്കാണ്. അതായത് വിരാട് കോഹ്ലി സച്ചിൻ പടുത്തുയർത്തിയ ദൈവരാജ്യത്തെ ഭരിക്കാൻ ജനങ്ങളാൽ തിരഞ്ഞെടുത്ത രാജാവ്, അങ്ങനെ തന്നെ വേണമെങ്കിൽ വിരാട് കോഹ്ലിയെ നമുക്ക് വിശേഷിപ്പിക്കാം. അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അതിവേഗം 25,000 റൺസും 26,000 റൺസും തികച്ച താരം എന്ന റെക്കോർഡ് നേടിയ വ്യക്തി, ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം 765 റൺസ് 2023. ഇനി ഒരു ലോകകപ്പിൽ 50 മുകളിൽ റൺസ് കൂടുതൽ തവണ നേടുന്ന താരം, ആ ഒരു വിശേഷണവും ആരിൽ തന്നെ, വിരാട് കോഹ്ലി. ഒരു ടീമിനെതിരെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന നേട്ടം കൈവരിച്ച താരം, ശ്രീലങ്കയ്ക്കെതിരെയാണ് 10 സെഞ്ചുറികളാണ് അദ്ദേഹം കുറിച്ചത്. ഇന്ത്യയിൽ വെച്ച് ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരം, 500 അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങൾ കളിച്ച 4ാമത്തെ ഇന്ത്യൻ താരം, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യമായി 7 കലണ്ടർ വർഷങ്ങളിൽ 2000 റൺസിന് മുകളിൽ സ്കോർ ചെയ്ത താരവും വിരാട് കോഹ്ലി തന്നെ. 2020 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം, അന്താരാഷ്ട്ര 2020 4000 റൺസ് തികക്കുന്ന ആദ്യ താരം, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന 2ാമത്തെ ഇന്ത്യൻ താരം, ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് സച്ചിൻ ടെണ്ടുൽക്കർ. ക്രിക്കറ്റിലെ 3 ഫോർമാറ്റുകളിലും 100 വീതം മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യൻ താരം. വിരാട് കോഹ്ലിയുടെ 49ാമത് ഏകദിന സെഞ്ചുറി നേടിയത് സച്ചിൻ ടെണ്ടുൽക്കറിന് ഒപ്പം എത്തിയത് ഏത് രാജ്യത്തിനെതിരെ നടന്ന മത്സരത്തിനാണെന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്ക 2023 വേൾഡ് കപ്പ് ക്രിക്കറ്റ്. ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറികൾ നേടിയ ആദ്യ താരം, 50ാം സെഞ്ചുറി ന്യൂസിലാൻഡിനെതിരെ 2023 ലോകകപ്പ് സെമി. വിദേശ മണ്ണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരമെന്ന സച്ചിന്റെ റെക്കോർഡ് മറികടന്ന താരം, ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 7000 റൺസ് നേടുന്ന ആദ്യ താരം, IPL ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരം, ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മത്സരത്തിൽ നയിച്ച ക്യാപ്റ്റനും ആര് തന്നെയാണ്, വിരാട് കോഹ്ലി. ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ, സ്വന്തം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് നേടിയ താരം. ട്വിറ്ററിൽ 5 കോടി, റീസെന്റ് ചോദിച്ച ചോദ്യമാണ്, ട്വിറ്ററിൽ 5 കോടി ഫോളോവേഴ്സ് ഉള്ള ആദ്യ ക്രിക്കറ്റ് താരമാരാന്ന് ചോദിച്ചാൽ അതും വിരാട് കോഹ്ലി. 25 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത ക്രിക്കറ്റ് താരം. അപ്പോൾ 25 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ നിലവിൽ സെർച്ച് ചെയ്തത് ആരെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിരാട് കോഹ്ലിയാണ്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ നായകൻ, ഏറ്റവും കൂടുതൽ ഡബിൾ സെഞ്ചുറി നേടിയ ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ, ഇതും എന്ത് ചെയ്തേക്കണെയാണ്, നിലവിൽ ചോദിച്ചേക്കണതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാ, നമ്മുടെ വിരാട് കോഹ്ലിയാണ്. അതേപോലെ ട്വിറ്ററിൽ 5 കോടി ഫോളോവേഴ്സ് ഉള്ള ആദ്യ ക്രിക്കറ്റ് താരം, 25 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത താരം, അതും വിരാട് കോഹ്ലി തന്നെയാണ്. അതേപോലെ തന്നെ എന്താണ്, ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറികൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം, 50ാം സെഞ്ചുറി നേടിയത് ന്യൂസിലാൻഡിനെതിരെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും വിശേഷണങ്ങളൊക്കെ ഉള്ള ഒരു ആളാണ് ആരെന്ന് പറയുന്നത്, വിരാട് കോഹ്ലി. അപ്പോൾ എന്താണ്, ക്രിക്കറ്റിലെ 3 ഫോർമാറ്റുകളിലും 100 വീതം റൺസ്, അതായത് 100 വീതം മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യൻ താരവും ആര് തന്നെയാ, വിരാട് കോഹ്ലിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിരാട് കോഹ്ലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് PSC എക്സാമുകളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഇതൊന്ന് കൂടി വായിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ക്വസ്റ്റ്യൻ ബോർഡിലൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും സെറ്റായിരിക്കും. അപ്പോൾ കിടിലമായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളെ നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കും. ആരും ടെൻഷൻ അടിച്ച് ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി, ടെൻഷൻ കൊണ്ട് നിങ്ങൾക്ക് ഒന്നും നേടാനില്ല. സന്തോഷമായിട്ടുള്ളതും സമാധാനമായിട്ടുമുള്ള ഒരു മനസ്സിൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല ചിന്തകളും അതേപോലെ തന്നെ നല്ല രീതിയിൽ ഓർത്തിരിക്കാനായിട്ടും പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ടെൻഷനൊക്കെ എല്ലാവരും വിട്ടുകളഞ്ഞേക്കുക. നമുക്ക് വേണ്ടത് ഒരേ ഒരു റാങ്കാണ്. ആ റാങ്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ പടപൊരുതേണ്ടത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും എഫോർട്ട് അതിലേക്ക് വേണ്ടി ഇടുക. ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ദിവസങ്ങളാണെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ
പാകപ്പെടുത്തുക. അതിനുശേഷം എന്തൊക്കെയാണോ പ്രതിസന്ധികൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അതിനെല്ലാം മറികടന്ന് വേണം മുന്നോട്ടേക്കുള്ള യാത്ര ആരംഭിക്കാൻ. അപ്പോൾ അതിൽ വരുന്ന തടസ്സങ്ങളെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതൊരു മോട്ടിവേഷൻ ആക്കി മാറ്റി മുന്നോട്ടേക്ക് പോവുക. ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റും ഈ ഒരു LDC ആദ്യത്തെ റാങ്കിലേക്ക് വരാനായിട്ട്. അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം ഹെൽപ്പാണോ എൻ്റെ ഭാഗത്തു നിന്നും വേണ്ടത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ തന്നിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. കാരണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും കമൻസുമാണ് നമ്മുടെ മുന്നോട്ടേക്കുള്ള യാത്രയിൽ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.